Okay, good morning my dears. Today our next topic is centralized online real-time electronic banking or core banking. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബാങ്കിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്കിങ് സർവീസസ് ബാങ്കിങ് സർവീസ് ആർ ഡൺ ത്രൂ ദ ഇലക്ട്രോണിക് ഡിവൈസസ് ഈസ് കോൾഡ് ആസ് ഇ ബാങ്കിങ്. ദാറ്റ് മീൻസ് ബാങ്കിലൂടെ നമ്മൾ ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഇലക്ട്രോണിക് ഡിവൈസസ് വഴിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇ ബാങ്കിങ് എന്ന് പറയാം. അപ്പോൾ അതിൽ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഇ ബാങ്കിങ്, വാട്ട് ആർ ദി കമ്പോണൻസ് ഓഫ് ഇ ബാങ്കിങ്, അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം ഇലക്ട്രോണിക് ബാങ്കിങ്. ഈ ബാങ്കിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റാണത്. That means centralized online real-time electronic banking, it is also called as core banking. Core banking means services provided by a group of networked branches. Customers can have access to their funds and other transactions from any of the member branch. A customer can do ordinary banking transactions from any branch office of the bank. Under core banking, a customer is a bank's customer and not a customer of a particular branch. അതായത് ഇവിടെ സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം ഇലക്ട്രോണിക് ബാങ്കിങ്, സെൻട്രലൈസ്ഡ് ഓൺലൈൻ, ആ പേരൊന്നും കൂടെ ശ്രദ്ധിക്കുക. സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം ഇലക്ട്രോണിക് ബാങ്കിങ്. ഒരേ സമയത്ത് തന്നെ ബാങ്കുകളെല്ലാം തന്നെ ഒരേ രീതിയിലേക്ക്, അതായത് ഒരേ ബ്രാഞ്ച് എല്ലാത്തിനെയും നമ്മൾ ഒന്നിച്ച്. കോർ ബാങ്കിങ് മീൻസ് സർവീസസ് പ്രൊവൈഡഡ് ബൈ ഗ്രൂപ്പ് ഓഫ് നെറ്റ്വർക്ക്ഡ് ബ്രാഞ്ചസ്. ഒരു ബാങ്കിൻ്റെ തന്നെ എല്ലാ ബ്രാഞ്ചുകളെയും ഒരൊറ്റ രീതിയിലേക്ക് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് കൊണ്ടുവരിക. അതിനെയാണ് സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം ഇലക്ട്രോണിക് ബാങ്കിങ് ഓർ കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ കോർ ബാങ്കിങ് മീൻസ് സർവീസസ് പ്രൊവൈഡഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് നെറ്റ്വർക്ക്ഡ് ബ്രാഞ്ചസ്. കസ്റ്റമേഴ്സ് ക്യാൻ ഹാവ് ആക്സസ് ടു ദെയർ ഫണ്ട്സ് ആൻഡ് അതർ ട്രാൻസാക്ഷൻസ് ഫ്രം എനി ഓഫ് ദ മെമ്പർ ബ്രാഞ്ച്. എല്ലാ മെമ്പർ ബ്രാഞ്ചുകളെയും അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഒരൊറ്റ ബാങ്കാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ്. In other words, a customer can do ordinary banking transactions from any branch office of the bank. Under core banking, a customer is a bank's customer and not a customer of a particular branch. അതായത് ഇവിടെ പറയുന്നത് എ കസ്റ്റമർ ക്യാൻ ഡു ഓർഡിനറി ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഫ്രം എനി ബ്രാഞ്ച് ഓഫീസ് ഓഫ് ദ ബാങ്ക്. അണ്ടർ കോർ ബാങ്കിങ് എ കസ്റ്റമർ ഈസ് എ ബാങ്ക്സ് കസ്റ്റമർ ആൻഡ് നോട്ട് എ കസ്റ്റമർ ഓഫ് എ പർട്ടിക്കുലർ ബാങ്ക്. അതായത് ബാങ്കിൻ്റെ ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് ആ ബാങ്കിൻ്റെ മാത്രം കസ്റ്റമർ അല്ല, അതായത് ബാങ്ക് കസ്റ്റമർ എന്നുള്ള രീതിയിലാണ് ആരെ ട്രീറ്റ് ചെയ്യുന്നത്, കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ATM കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഒരു ATM ഫെസിലിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ബാങ്കിലെ ഏത് ബ്രാഞ്ചിലെ കസ്റ്റമർ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അറിയാനോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനോ എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ചെയ്യാൻ സാധിക്കുന്നത് ഏതുകൊണ്ടാണ്? കോർ ബാങ്കിങ് എന്ന് പറയുന്ന സംവിധാനത്തോടെ എല്ലാ ബ്രാഞ്ചുകളെയും എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ഒരൊറ്റ കീഴിലേക്ക് ഒരു സെൻട്രലൈസ്ഡ് ബാങ്കിങ് സർവീസിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ കോർ ബാങ്കിങ് മീൻസ് സർവീസസ് പ്രൊവൈഡഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് നെറ്റ്വർക്ക്ഡ് ബ്രാഞ്ചസ്. Customers can have access to their funds and other transactions from any of the member branch. That means a customer can do ordinary banking transactions from any branch office of the bank. Under core banking, a customer is a bank's customer and not a customer of a particular branch. അതായത് ഇത് ഒരു ബാങ്കിൻ്റെ മാത്രം കസ്റ്റമർ അല്ല, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൻ്റെ മാത്രം കസ്റ്റമർ അല്ല, മൊത്തം ബാങ്കിൻ്റെ കസ്റ്റമർ എന്നുള്ള രീതിയിലാണ് ഒരു കസ്റ്റമറെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. In core banking, all the branches of a bank access application from centralized data centers. This means the deposit made are reflected immediately on the bank server and the customer can withdraw money from any of the branches of the bank throughout the world. Normal core banking functions include deposit accounts, loans, mortgages and payments. Banks make these services available across multiple channels like ATMs, internet banking and branches. അതായത് ഇവിടെ നോർമൽ കോർ ബാങ്കിങ്, സാധാരണ രീതിയിലെ കോർ ബാങ്കിങ് എന്ന് പറയുമ്പോൾ കോർ ബാങ്കിങ് ഫങ്ഷൻസ് ഇൻക്ലൂഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ്. Core banking, banking functions include deposit accounts, loans, mortgages and payments. Banks make these services available across multiple channels like ATMs, internet banking and branches. Advancement in technology, especially internet and information technology, has led to new way of
new way of doing business in banking. These technologies have increased the efficiency of banking business. A computer software is developed to perform core operations of banking. The software installed in the branches is interconnected by means of communication like telephone, satellite, internet, etc. It facilitates the customers to operate accounts from any branch of the bank. അതായത് എല്ലാ ബ്രാഞ്ചുകളെയും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു കസ്റ്റമർക്ക് വേണ്ട സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന സർവീസസിനെയാണ് നമ്മൾ കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. കോർ ബാങ്കിങ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ബാങ്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്, നമുക്കത് അവൈലബിൾ ആവുന്നത്. നോർമലി അതിൽ എന്തൊക്കെ ഫങ്ഷൻസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ്, ലോൺസ്, മോർട്ട്ഗേജസ് ആൻഡ് പേയ്മെൻറ്റ്സ്. ബാങ്ക്സ് മേക്ക് ദീസ് സർവീസസ് അവൈലബിൾ അക്രോസ് മൾട്ടിപ്പിൾ ചാനൽസ് ലൈക്ക് ATM facilities, ഇൻ്റർനെറ്റ്, ബാങ്കിങ് ആൻഡ് ബ്രാഞ്ചസ്. ഇത്തരം ഫെസിലിറ്റീസിലൂടെയൊക്കെയാണ് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. The services provided by the core banking include, core ബാങ്കിങ്ങിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഡെപ്പോസിറ്റ്, ക്യാഷ് ആൻഡ് ചെക്ക് ഇൻ ടു അക്കൗണ്ട് ഓഫ് സം അതർ പേഴ്സൺസ് ഹു ഹാസ് ആൻ അക്കൗണ്ട് ഇൻ ദ ബാങ്ക്. ഡെപ്പോസിറ്റ് ചെക്ക് ഫോർ കളക്ഷൻ. Then next one is deposit check for collection. Deposit cash into account, make balance enquiries from any branch, obtain statement of account, transfer money from one account to another account. Transfer money from one account to another account. Although core banking has revolutionized banking services in the country, it is too much dependence on technology and inherent failure of technical support often disturbs the normal banking services. Stoppage of work is very common in banks on account of the temporary failure of the core banking system. അതായത് എന്നിരുന്നാലും ഇപ്പോൾ സാധാരണ രീതിയിൽ കോർ ബാങ്കിങ് മൂലം നമുക്ക് ലഭ്യമാവുന്ന സർവീസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ക്യാഷ് ആൻഡ് ചെക്ക് ഇൻ ടു ദ അക്കൗണ്ട് ഓഫ് സം അതർ പേഴ്സൺസ് ഹു ഹാസ് ആൻ അക്കൗണ്ട് ഇൻ ദ ബാങ്ക്. അതായത് ഒരു അക്കൗണ്ട് ഹോൾഡർക്ക് അയാളുടെ ക്യാഷോ ചെക്കോ ബാങ്കിൽ എന്ത് ചെയ്യാനായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഡെപ്പോസിറ്റ് ചെക്ക് ഫോർ കളക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു അക്കൗണ്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. മേക്ക് ബാലൻസ് എൻക്വയറീസ് ഫ്രം എനി ബ്രാഞ്ച്, ഏത് ബ്രാഞ്ചിൽ വേണമെങ്കിലും ബാലൻസ് എൻക്വയറി നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ഒബ്റ്റെയിൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്, അതായത് നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നു. ട്രാൻസ്ഫർ മണി ഫ്രം വൺ അക്കൗണ്ട് ടു അനദർ അക്കൗണ്ട്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ട്രാൻസ്ഫർ ഓഫ് മണി ഫ്രം വൺ അക്കൗണ്ട് ടു അനദർ അക്കൗണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കോർ ബാങ്കിങ് ഹാസ് റെവല്യൂഷണൈസ്ഡ് ബാങ്കിങ് സർവീസ് ഇൻ ദ കൺട്രി, ഈസ് ടു മച്ച് ഡിപ്പെൻഡൻസ് ഓൺ ടെക്നോളജി ആൻഡ് ഇൻഹെറൻറ്റ് ഫെയിലിയർ ഓഫ് ദ ടെക്നിക്കൽ സപ്പോർട്ട് ഓഫൺ ഡിസ്റ്റർബ് ദ നോർമൽ ബാങ്കിങ് സർവീസസ്. Stoppage of work is very common in banks on account of the temporary failure of core banking. അതായത് ഇവിടെ സ്റ്റോപ്പേജ് ഓഫ് വർക്ക് ഈസ് വെരി കോമൺ ഇൻ ബാങ്ക്സ് ഓൺ അക്കൗണ്ട് ഓഫ് ടെമ്പററി ഫെയിലിയർ ഓഫ് കോർ ബാങ്കിങ് സിസ്റ്റം. സെൻട്രലൈസ്ഡ്, അപ്പോൾ വാട്ട് ഈസ് മെൻ ബൈ കോർ ബാങ്കിങ്? CORE, കോർ ബാങ്കിങ് എന്നുള്ള ക്വസ്റ്റനാണ് ഉണ്ടാവുക. കോർ ബാങ്കിങ് മീൻസ് സർവീസസ് പ്രൊവൈഡഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് നെറ്റ്വർക്ക്ഡ് ബ്രാഞ്ചസ്. കോർ ബാങ്കിങ് മീൻസ് സർവീസ് പ്രൊവൈഡഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് നെറ്റ്വർക്ക്ഡ് ബ്രാഞ്ചസ്. ഒരുപാട് ബ്രാഞ്ചുകൾ കൂടിച്ചേർന്നുകൊണ്ട് ഒരൊറ്റ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിനെയാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. കോർ ബാങ്കിങ്ങിൽ സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം ഇലക്ട്രോണിക് ബാങ്കിങ്, കോർ എന്താ ഉദ്ദേശിക്കുന്നത്? സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം ഇലക്ട്രോണിക് ബാങ്കിങ്, ദറ്റ് ഈസ് കോർ ബാങ്കിങ്. കോർ ബാങ്കിങ് മീൻസ് സർവീസസ് പ്രൊവൈഡഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് നെറ്റ്വർക്ക്ഡ് ബ്രാഞ്ചസ്. Customers can have access to their funds and other transactions from any of the member branch. Customer can do ordinary banking transactions from any branch office of the bank. Under core banking, customer is a bank's customer and not a customer of a particular branch. അതായത് ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് ആ ബാങ്കിൻ്റെ മാത്രം ആ ബ്രാഞ്ചിൻ്റെ മാത്രം കസ്റ്റമർ അല്ലാന്നും ബാങ്കിങ് സെക്ടറിലെ എല്ലാ ബാങ്കുകളുടെയും ബാങ്ക് കസ്റ്റമറാണ് എന്നുള്ള രീതിയിലാണ് കസ്റ്റമറെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ്, ദറ്റ് ഈസ് ECS. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് ബാങ്കിങ്ങിലെ ഓരോ ടോപ്പിക്കുകളായിട്ട് പഠിക്കുകയാണ്. ആദ്യം കോർ ബാങ്കിങ് പഠിച്ചു. സെക്കൻഡ് വൺ ഈസ് ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ്, ദറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ECS. ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ് is a mode of electronic fund transfer from one bank account to another using the service of a clearing house. ഇപ്പോൾ സാധാരണ രീതിയിൽ ക്ലിയറിംഗ് ഹൗസുകളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ബാങ്കിൽ നിന്ന് നമ്മളൊരു ബാങ്കിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന ചെക്കുകളൊക്കെ ക്ലിയർ ചെയ്യാൻ
ചെയ്യാനായിട്ട് നമ്മൾ ബാങ്കിൽ കൊടുക്കും. അതൊരു വേറെ ബാങ്കിൻ്റെ വേറെ ബ്രാഞ്ചിൽ നിന്നായിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്ലിയർ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇതേപോലെ പരസ്പരം ചെക്കുകൾ അപ്പോൾ അത്രയും എമൗണ്ട് നമ്മളിലേക്ക് ഇങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അവിടെ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, ഇവർ ക്രെഡിറ്റ് ബാലൻസ് കാണിക്കേണ്ടത് വരും. അപ്പോൾ ഇങ്ങനെ ചില കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ബാങ്കുകൾ തമ്മിൽ പരസ്പരം അതെന്ത് ചെയ്യാണ്, ഇത്തരം ബാലൻസുകൾ ക്ലിയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം ഈസ് എ മോഡ് ഓഫ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഫ്രം വൺ ബാങ്ക് അക്കൗണ്ട് ടു അനദർ യൂസിങ് ദ സർവീസ് ഓഫ് എ ക്ലിയറിംഗ് ഹൗസ്. ക്ലിയറിംഗ് ഹൗസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ബാങ്കുകൾ ഇത്തരം സർവീസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞാൽ, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം ഈസ് എ മോഡ് ഓഫ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഫ്രം വൺ ബാങ്ക് അക്കൗണ്ട് ടു അനദർ യൂസിങ് ദ സർവീസ് ഓഫ് എ ക്ലിയറിംഗ് ഹൗസ്. ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നതിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നു, ഫണ്ട് ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ചെയ്യുന്നത്. Electronic clearing system is a mode of electronic fund transfer from one bank account to another using the service of clearing house. This is usually for bulk transfer from one account to many account or vice versa. ഇത് സാധാരണ രീതിയിൽ ബൾക്കായിട്ടുള്ള ട്രാൻസ്ഫറാണ്. ദിസ് ഈസ് യൂഷ്വലി ഫോർ ബൾക്ക് ട്രാൻസ്ഫേഴ്സ് ഫ്രം വൺ അക്കൗണ്ട് ടു മെനി അക്കൗണ്ട് ഓർ വൈസ് വേഴ്സ. ദിസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ്സ് ലൈക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ്, സാലറി, പെൻഷൻ എക്സെട്ര ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ കളക്ഷൻ ഫോർ എമൗണ്ട് ഫോർ പർപ്പസ് സച്ച് ആസ് ഹൗസ് ടാക്സ്, വാട്ടർ ടാക്സ്, ഇലക്ട്രിസിറ്റി ചാർജസ്, ഫോർ ലോൺ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്സ് ഓർ റെഗുലർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് പേഴ്സൺസ്. രണ്ട് തരത്തിലാണ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ECS കോൾഡ് ECS ക്രെഡിറ്റ് ആൻഡ് ECS ഡെബിറ്റ്. അവിടെ ECS ക്രെഡിറ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അഫോർഡിംഗ് ക്രെഡിറ്റ് ടു എ ലാർജ് നമ്പർ ഓഫ് ബെനിഫിഷ്യറീസ് ബൈ റേസിംഗ് സിംഗിൾ ഡെബിറ്റ് ഇൻ ടു എ സച്ച് ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ്, സാലറി പേയ്മെൻറ്റ് ഓർ പെൻഷൻ പേയ്മെൻറ്റ്. അതായത് ചില അക്കൗണ്ടിൽ പലരുടെയും ക്രെഡിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള എമൗണ്ടുകൾ ഉണ്ടായിരിക്കാം. അതിനെയാണ് നമ്മൾ ECS ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അഫോർഡിംഗ് ക്രെഡിറ്റ് ടു ലാർജ് നമ്പർ ഓഫ് ബെനിഫിഷ്യറി. ഒരുപാട് ബെനിഫിഷ്യറീസിൻ്റെ എമൗണ്ടുകൾ ക്രെഡിറ്റ് ചെയ്യേണ്ടതായിട്ട് ബൈ റേസിംഗ് എ സിംഗിൾ ഡെബിറ്റ് ടു ആൻ എമൗണ്ട് സച്ച് ആസ് ഇപ്പോൾ ഡിവിഡൻഡ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന രീതിയിലോ സാലറി എന്ന് പറയുന്ന രീതിയിലോ പേയ്മെൻറ്റ് ഓർ പെൻഷൻ പേയ്മെൻറ്റോ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ക്രെഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ദറ്റ് ഈസ് ECS. Then ECS ഡെബിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റേസിംഗ് ഡെബിറ്റ് ടു എ നമ്പർ ഓഫ് അക്കൗണ്ട്സ് ഓഫ് കൺസ്യൂമേഴ്സ് ഓർ അക്കൗണ്ട് ഹോൾഡേഴ്സ് ഫോർ ക്രെഡിറ്റിംഗ് എ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എമൗണ്ടുകൾ എന്ത് ചെയ്യേണ്ടി വരും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റേസിംഗ് ഡെബിറ്റ് ടു എ നമ്പർ ഓഫ് അക്കൗണ്ട്സ് ഓഫ് കൺസ്യൂമേഴ്സ് ഓർ അക്കൗണ്ട് ഹോൾഡേഴ്സ് ഫോർ ക്രെഡിറ്റിംഗ് എ പർട്ടിക്കുലർ. അപ്പോൾ ഒന്നുകിൽ ഒരു ഡെബിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുകയോ ചെയ്യുക എന്ന് പറയുന്ന രണ്ട് ട്രാൻസാക്ഷൻസ് ആണ്. ECS പേയ്മെൻറ്റ് ക്യാൻ ബി ഇനീഷ്യേറ്റഡ് ബൈ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഹാസ് ടു മേക്ക് ബൾക്ക് ഓർ റിപ്പീറ്റേറ്റീവ് പേയ്മെൻറ്റ്സ് ടു എ നമ്പർ ഓഫ് ബെനിഫിഷ്യറീസ്. They can initiate the transactions after registering themselves with an approved clearing house. ECS users have also to obtain the permission and account details of the beneficiary for participating ECS clearing. ECS users bank is called the sponsor bank. ECS ഉപയോഗിക്കുന്ന ബാങ്കുകളെ സ്പോൺസർ ബാങ്ക് അണ്ടർ ദി സ്കീം ആൻഡ് the ECS beneficiary account holder is called the destination account holder. The destination account holder bank or beneficiaries bank is called destination bank. ഇങ്ങനെയാണ് അതിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ക്ലിയറിംഗ് ഹൗസസിൻ്റെ സേവനങ്ങളെല്ലാം തന്നെ ഇലക്ട്രോണിക് ഡിവൈസസ് വഴി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ECS? ഇങ്ങനെ ഇലക്ട്രോണിക് ക്ലിയറിംഗ് ഹൗസസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാങ്ക്സ് ഹാൻഡ്ലിംഗ് ECS ഗെറ്റ് ഫ്രീഡ് ഫ്രം പേപ്പർ ഹാൻഡ്ലിംഗ്. അതായത് മുൻപ് ചെയ്തിരുന്ന ആ പേപ്പർ ഹാൻഡിൽ നിന്ന് വളരെ ഈസി ആക്കാനായിട്ട് ഇലക്ട്രോണിക് ഡിവൈസസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ക്ലിയറിംഗ് ഹൗസ് സർവീസസ് ഡൺ ത്രൂ എന്താ പറയുക, ക്ലിയറിംഗ് ഹൗസ് ആക്ടിവിറ്റീസ് ഡൺ ത്രൂ ദ ഇലക്ട്രോണിക് ഡിവൈസസ്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇലക്ട്രോണിക് ക്ലിയറിംഗ് ഹൗസ് ECS. And then it helps to banks handling ECS get freed from paper handling. പേപ്പർ ഹാൻഡിൽ ചെയ്യുന്നതിൽ നിന്ന് വളരെ ഈസി ആക്കി മാറ്റുന്നു. ദെൻ വർക്ക് ലോഡ് ഓൺ ഡെസ്റ്റിനേഷൻ ബ്രാഞ്ചസ് ഈസ് റിഡ്യൂസ്ഡ്. ഡെസ്റ്റിനേഷൻ ബ്രാഞ്ചിലെ വർക്ക് ലോഡ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. വർക്ക് ലോഡ് ഓൺ ഡെസ്റ്റിനേഷൻ ബ്രാഞ്ച് ഈസ് റിഡ്യൂസ്ഡ്.
Then the customer can immediate credit in respect of interest and dividend on securities held by them. ഇലക്ട്രോണിക് ആയതുകൊണ്ട്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആയതുകൊണ്ട്, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ് ആയതുകൊണ്ട് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതാത് സമയത്ത് തന്നെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് ക്ലിയർ ചെയ്ത് ഫണ്ട് അവൈലബിൾ ആണ്. സോ the customers get immediate credit in respect of interest and dividend on securities held by them. The next one is, since payment is deducted automatically from the bank account on a specified date, chances of default on the part of party making payment is nil unless the party does not have sufficient balance in the bank account. പിന്നെ പറയുന്നത്, സിൻസ് പേയ്മെൻറ്റ് ഈസ് ഡിഡക്റ്റഡ് ഓട്ടോമാറ്റിക്കലി ഫ്രം ദ ബാങ്ക് അക്കൗണ്ട് ഓൺ എ സ്പെസിഫൈഡ് ഡേറ്റ്, chances of default on the part of the party making payment is nil unless the party does not have sufficient balance in the bank account. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അതെന്ത് ചെയ്യുന്നു, ഫണ്ട് ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട്. ദർ ഈസ് നോ നീഡ് ഫോർ ഇഷ്യൂയിങ് ചെക്ക് ബൈ ദ പേഴ്സൺ ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ് because debit in his or her bank account will be made automatically provided the customer has given mandate ECS to the bank. അതായത് ഇവിടെ ദർ ഇസ് നോ നീഡ് ഫോർ ഇഷ്യൂയിങ് ചെക്ക്, വേറൊരു ചെക്ക് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. ദിസ് സ്കീം കവേഴ്സ് എമൗണ്ട്സ് എക്സീഡിങ് 1 lakh rupees. The scheme is available only in big cities. ഇതൊക്കെയാണ് ECSൻ്റെ പ്രത്യേകത. The next one is electronic fund transfer, EFT. Electronic fund transfer എന്ന് പറയുന്നത്, EFT is a system of transferring money from one bank account directly to another account without any paper money changing hands. It is a transfer of funds initiated through an electronic terminals, telephone or computer or magnetic tape to authorize a bank to debit or credit specific amount. One of the most widely used electronic fund transfer program is direct deposit, in which payroll is deposited straight into employees account. ഇനി ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫണ്ട് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്താ പറയുക, EFT, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. EFT ഈസ് എ സിസ്റ്റം ഓഫ് ട്രാൻസ്ഫറിങ് മണി ഫ്രം വൺ ബാങ്ക് അക്കൗണ്ട് ഡയറക്ട്ലി ടു അനദർ അക്കൗണ്ട് വിത്തൗട്ട് എനി പേപ്പർ മണി ചേഞ്ചിങ് ഹാൻഡ്സ്. ക്യാഷ് അല്ലാതെ തന്നെയാണ് നമ്മൾ എന്ത് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, EFT, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ദീസ് ട്രാൻസാക്ഷൻസ് ആർ പ്രോസസ്ഡ് ബൈ ദ ബാങ്ക് ത്രൂ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസസ്. ദിസ് ഫെസിലിറ്റി ഈസ് യൂസ്ഡ് ബൈ ദ എക്സ്പോർട്ടേഴ്സ് for submitting the license fee through the internet without visiting the bank for the payment. EFT covers the number of different payment system. Electronic fund transferൽ കവർ ചെയ്യാവുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കാർഡ് ഹോൾഡർ ഇനീഷ്യേറ്റഡ് ട്രാൻസാക്ഷൻസ് യൂസിങ് പേയ്മെൻറ്റ് കാർഡ് സച്ച് ആസ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്. വൺ ഓഫ് ദി സർവീസ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിലെ ഒരു സർവീസ് എന്ന് കാർഡ് ഹോൾഡർ ഇനീഷ്യേറ്റഡ് ട്രാൻസാക്ഷൻസ്. കാർഡ് ഹോൾഡർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ട്രാൻസാക്ഷൻ നടത്താവുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് പേയ്മെൻറ്റ് ഇനീഷ്യേറ്റഡ് ബൈ ദ പേയർ. അടുത്തത് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് പേയ്മെൻറ്റ്, ഡയറക്റ്റ് ഡെപ്പോസിറ്റ് പേയ്മെൻറ്റ് ഇനീഷ്യേറ്റഡ് ബൈ ദ പേയർ. Then direct debit payments for which a business debit the customer's bank account for payment for goods and services. Transfer of money by an international banking network. Electronic bill payment in online banking. അപ്പോൾ നോക്കുക എന്തൊക്കെയാണ് EFT കവർ ചെയ്യുന്നത്. കാർഡ് ഹോൾഡർ ഇനീഷ്യേറ്റഡ് ട്രാൻസാക്ഷൻ, ഡയറക്റ്റ് ഡെപ്പോസിറ്റ് പേയ്മെൻറ്റ് ഇനീഷ്യേറ്റഡ് ബൈ ദ payer, direct debit payments for which the business debits the customer's bank account for payment for goods and services, transfer of money by an international banking network, electronic bill payment in online banking. Then next one is advantages. EFT provides the customers with the capacity to automate payments. കണ്ടോ, electronic fund transfer provides the customers with the capacity to automate payment. Then it helps to update the account information electronically. Same time it streamlines the customer's cash flow. Then it eliminates the risk associated with the lost, stolen or misdirected checks. ഇത്തരത്തിലുള്ള റിസ്കുകളൊക്കെ നമുക്ക് ഒഴിവാക്കി തരുന്നു. ഇറ്റ് സേവ്സ് ദ വാല്യുബിൾ ടൈം ഫോർ കസ്റ്റമേഴ്സ്. EFT eliminate excess paperwork and help the automated the office. EFT എന്തില്ലാതെയാക്കി തരുന്നു, എക്സസ് ആയിട്ട് വരുന്ന പേപ്പർ വർക്കുകളെ ഇല്ലാതെയാക്കി തരുന്നു. EFT eliminate excess paperwork and helps to automate the office.
Then next one is real-time gross settlement, RTGS, real-time gross settlement. Real-time gross settlement can be defined as continuous real-time settlement of fund transfer individually on an order-by-order basis. Real-time means the processing of instructions at the time they are received rather than at some time later. അവിടെ റിയൽ ടൈം മീൻസ് ദ പ്രോസസ്സിംഗ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അറ്റ് ദ ടൈം ദേ ആർ റിസീവ്ഡ് റാദർ ദാൻ അറ്റ് ദ സം ടൈം ലേറ്റർ. ഇവിടെ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് കണ്ടിന്യൂസ് റിയൽ ടൈം സെറ്റിൽമെൻറ്റ് ഓഫ് ഫണ്ട് ട്രാൻസ്ഫർ ഇൻഡിവിജ്വലി ടു ആൻ ഓർഡർ ബൈ ഓർഡർ ബേസിസ്. വളരെ പെട്ടെന്ന് തന്നെ ഫണ്ട് മറ്റൊരാളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ RTGS ഓർ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റിലെ it is the electronic payment system is normally maintained or controlled by the central bank of country. There is no physical exchange of money. The central bank makes adjustment in the electronic accounts one bank and another bank, reducing the amount in one bank account and increasing the account of another bank. RTGS system is best suited for low volume, high volume transactions, low volume, high value transactions. It lowers settlement risk besides giving an accurate picture of the position of account of a bank at any point of time. The implementation of RTGS system by central banks throughout the world is derived the goal to minimize the risk of high value electronic payment settlement system. അതായത് വളരെയധികം മൂല്യമുള്ളതായിട്ടുള്ള ട്രാൻസാക്ഷൻ, വളരെ വലിയ ഉണ്ടോ അവിടെ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് വളരെ വലിയൊരു എമൗണ്ടുകൾ വളരെ പെട്ടെന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇത് എന്ന് പറയുന്നത് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ then അവിടെ എന്തൊക്കെയാണ് ഈ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റിൻ്റെ പ്രത്യേകത നോക്കാം നമുക്ക്. ഇൻ്റർ ബാങ്ക് ഫണ്ട് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് ഓൺ എ റിയൽ ടൈം ബേസിസ്. ഇൻ്റർ ബാങ്ക് ഫണ്ട് ട്രാൻസ്ഫർ ആണ്. പിന്നെ ടു യൂസ് ദിസ് ഫെസിലിറ്റി ദ കസ്റ്റമർ ഹാസ് ടു ഫിൽ എ ഫോം പ്രൊവൈഡിങ് ദ ഡീറ്റെയിൽസ് ലൈക്ക് നെയിം, bank branch where the account is held, the Indian financial system code, a unique code of identifying the branch and the account number and the type. അതായത് ഈ സിസ്റ്റം റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് യൂസ് ചെയ്യുന്ന കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അയാൾ വ്യക്തമായിട്ട് എന്ത് എഴുതി തരണം, പേരും അതുപോലെ തന്നെ ബാങ്ക് ബ്രാഞ്ചും IFSC കോഡും എല്ലാം വ്യക്തമായിട്ട് എഴുതി തന്നെങ്കിൽ മാത്രമാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. RTGS യൂഷ്വലി യൂസ്ഡ് ഓൺലി ഫോർ ട്രാൻസ്ഫറിങ് ബിഗ് എമൗണ്ട്, വലിയ എമൗണ്ടുകൾ മാത്രമേ, അതായത് മിനിമം 2 lakhന് മുകളിലുള്ള മിനിമം 2 lakhന് മുകളിലുള്ള സെറ്റിൽമെൻറ്റ് മാത്രമാണ് RTGS. അതാണ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ RTGS ഈസ് യൂസ്ഡ് ഓൺലി ഫോർ ട്രാൻസ്ഫറിങ് ബിഗ് എമൗണ്ട്സ്. ദ മിനിമം എമൗണ്ട് ടു ബി റിമിറ്റഡ് ടു ₹2 lakh. ദർ ഇസ് നോ മാക്സിമം ലിമിറ്റ്. മാക്സിമം എത്രയാണെന്നൊന്നും പറയുന്നില്ല. മിനിമം 2 ലക്ഷത്തിൽ കൂടുതലായിട്ടുള്ള എമൗണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റിൽമെൻ്റ് ആണ് ഇത് RTGS സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. നോ കോർ ബാങ്കിങ് ഫെസിലിറ്റീസ് റിക്വയർഡ് ഫോർ ദി ഓപ്പറേഷൻ. ഇവിടെ കോർ ബാങ്കിങ് ഫെസിലിറ്റീസ് ഇത് ഉപയോഗപ്പെടുത്തുന്നില്ല. RTGS is managed by the central bank of each country, for which all banks maintain a current account with the central bank. അതായത് ഇത്രമാത്രം എമൗണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ RTGS ഈസ് മാനേജ്ഡ് ബൈ ദ സെൻട്രൽ ബാങ്ക്. RTGS എന്ന് പറയുന്ന സൗകര്യം മാനേജ് ചെയ്യുന്ന സെൻട്രൽ ബാങ്ക് ആയിരിക്കും. RTGS ഈസ് മാനേജ്ഡ് ബൈ ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഈച്ച് കൺട്രി, ഫോർ വിച്ച് ഓൾ ബാങ്ക്സ് മെയിൻറ്റെയിൻ എ കറണ്ട് അക്കൗണ്ട് വിത്ത് ദ സെൻട്രൽ ബാങ്ക്. എല്ലാ ബാങ്കുകൾക്കും എന്താ പറയുക, RBIയിലെ കറണ്ട് അക്കൗണ്ട് ഉള്ള ബാങ്കുകൾക്കാണ് ഈ ഒരു സൗകര്യം അവൈലബിൾ ആവുക. RTGS സർവീസ് വിൻഡോ ഈസ് അവൈലബിൾ ഫ്രം 9 to 16:30 hours എന്ന് പറയുമ്പോൾ രാവിലെ 9 മുതൽ 4:30 വരെയുള്ള സമയമാണ് ഇതിന് അനുവദിക്കാറുള്ളത്, RTGSന് അനുവദിക്കാറുള്ളത്. ജനറലി നോ പ്രോസസ്സിംഗ് ചാർജസ് ആർ ലീവ്ഡ് ഓൺ സച്ച് എ ട്രാൻസാക്ഷൻ. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷന് ഒന്നും തന്നെ പ്രോസസ്സിംഗ് ചാർജുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, ലീവ് ചെയ്യുന്നില്ല. അപ്പോൾ RTGS എന്ന് പറയുമ്പോൾ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്, അത് വളരെ വലിയ എമൗണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ വഴി ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മളെന്താ പറയുക, RTGS എന്ന് പറയുക. ഇത് ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷനാണ്. ഇത് യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ആർക്കാണോ എന്താണെന്ന് വ്യക്തമായിട്ട് ഏത് ബ്രാഞ്ചിലേക്കാണോ അയക്കേണ്ടത് എന്നൊക്കെ വ്യക്തമാക്കിയ IFSC കോഡ് സഹിതം എഴുതി കൊടുത്തതിന് ശേഷം മാത്രമാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുമ്പോൾ
മിനിമം 2 ലക്ഷത്തിൽ കുറയാത്ത ട്രാൻസാക്ഷൻസ് ഒന്നും പാടില്ല. മിനിമം 2 ലക്ഷമോ അതിൽ കൂടുതലോ ഉള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് ഇതിലൂടെ ചെയ്യുള്ളൂ, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റിലൂടെ ചെയ്യുള്ളൂ. അപ്പോൾ എത്ര വലിയ എമൗണ്ടുകൾ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഇത് RTGS എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ RTGSൻ്റെ ചോദിക്കാറുണ്ട് കേട്ടോ, 4 മാർക്സിൻ്റെ ക്വസ്റ്റിന് ചോദിക്കാറുണ്ട്. RTGS ഇൻ്റർ ബാങ്ക് ഫണ്ട് ട്രാൻസ്ഫർ ആണ് RTGS. RTGS ഈസ് യൂസ്ഡ് ഓൺലി ഫോർ ട്രാൻസ്ഫറിങ് ബിഗ് എമൗണ്ട്സ്. No core banking facility is required for the operation. RTGS is managed by the central bank for each country, for which all banks maintain a current account with the central bank. RTGS service window is available from 9 hours to 16:30 hours. 9 മണി മുതൽ 4 വരെയുള്ള സമയമാണ് എന്തിനു ഉപയോഗിക്കാറുള്ളത്, ഈ ഒരു ഫെസിലിറ്റിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താറുള്ളത്. ജനറലി നോ പ്രോസസ്സിംഗ് ചാർജസ് ആർ ലീവ്ഡ് ഓൺ സച്ച് എ ട്രാൻസാക്ഷൻ. പ്രോസസ്സിംഗ് ചാർജസ് ഒന്നും തന്നെ ഉപയോഗപ്പെടുത്താറില്ല. ദെൻ അഡ്വാൻറ്റേജസ് എന്താ, ദർ ഈസ് നോ ഡിലേ ഇൻ സെറ്റിൽമെൻറ്റ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു കാരണം റിയൽ ടൈമാണ്, അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ ദർ ഇസ് നോ ഡിലേ ഇൻ സെറ്റിൽമെൻറ്റിൽ യാതൊരു ഡിലേയും വരുന്നില്ല. ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ് ആൻഡ് സേഫ്. ഒന്നുകൂടെ നമുക്ക് സേഫ് ആയിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസാക്ഷനാണ് ഇത് RTGS എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ് ആൻഡ് സേഫ്. The next one is any amount subject to minimum of rupees 2 lakh can be transferred. അവിടെ എന്താ പറയുന്നത്, എനി എമൗണ്ട് സബ്ജക്റ്റ് ടു മിനിമം ഓഫ് റുപ്പീസ് 2 lakh, 2 ലക്ഷമെങ്കിലും മിനിമം ബാലൻസ് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെരി മച്ച് യൂസ്ഫുൾ ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. ഇത് ക്യാപിറ്റൽ മാർക്കറ്റിലോ മണി മാർക്കറ്റിലോ അത്രമാത്രം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറയുന്നത് RTGS. ഇനി നെക്സ്റ്റ് വൺ ഈസ് NEFT, NEFT, that is നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. RTGS പോലെയുള്ള സംവിധാനം തന്നെയാണ് ഇത് NEFT. പക്ഷേ NEFTയിൽ എന്താണ് പ്രത്യേകിച്ച് ഇത്രമാത്രം ഗ്രോസ് സെറ്റിൽമെൻ്റ് അല്ല, സ്മോൾ എമൗണ്ട് വരെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ നെഫ്റ്റ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിക്കാറുണ്ട്. NEFT ഈസ് എൻ ഇന്ത്യൻ സിസ്റ്റം ഓഫ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ മണി ഫ്രം വൺ ബാങ്ക് ഓർ ബാങ്ക് ബ്രാഞ്ച് ടു അനദർ. ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്കോ അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി സംവിധാനമാണ് എന്താ പറയുക, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. The banks or either branches that support such transactions have to participate in the NEFT network. An update list of banks and branches that are NEFT enabled is available in RBI website. The transfer of money from the customers remitting it to the beneficiary account usually take place on the same day. Settlement or clearance of funds take place in batches as separated by the guidelines of the RBI. Any amount of money can be transferred using NEFT, making it is usually the best method of retail remittance. ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു റീറ്റെയിൽ റെമിറ്റൻസ് ആണ് ഇത് നെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കസ്റ്റമേഴ്സ് വിത്ത് ഇൻ്റർനെറ്റ് ബാങ്കിങ് അക്കൗണ്ട്സ് ക്യാൻ യൂസ് ദിസ് നെഫ്റ്റ് ഫെസിലിറ്റി ടു ട്രാൻസ്ഫർ ഫണ്ട് നാഷൻ വൈഡ് ഓൺ ദെയർ ഓൺ. ഫണ്ട്സ് ക്യാൻ ഓൾസോ ബി ട്രാൻസ്ഫേർഡ് ത്രൂ നെഫ്റ്റ് ബൈ കസ്റ്റമേഴ്സ് ബൈ വാക്കിംഗ് ഇൻ ടു നെഫ്റ്റ് എനേബിൾഡ് ബ്രാഞ്ചസ് ഓഫ് ദി ബാങ്ക്. സാധാരണ നെഫ്റ്റിലൂടെ നെഫ്റ്റ് അവൈലബിൾ ആയുള്ള സംവിധാനമുള്ള ബാങ്ക് വഴിയാണ് അത് ട്രാൻസ്ഫർ ചെയ്യാം. ഇവിടെ എങ്ങനെയാണ് നോക്കാം. In order to make remittance NEFT, the customer initiating the transfer need to have the IFSC code of the branch where the amount of beneficiary is located. IFSC is alphanumerical 11-digit code that functions as a unique address for a particular branch. Customers are required to input the beneficiary account number and the name as well as the name of the bank being transferred to. അതായത് നെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു IFSC നമ്പറോട് കൂടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുക. ആ ഒരു നമ്പറോട് കൂടി പ്രവർത്തിക്കുമ്പോൾ ആരിൽ നിന്ന് ആരിലേക്കാണത് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് വ്യക്തമാക്കിയിരിക്കും. മാത്രമല്ല ഓരോ ബാങ്കുകൾക്കും അതിൻ്റെ IFSC കോഡ് ഉണ്ടായിരിക്കും. ഒരു 11 ഡിജിറ്റോട് കൂടിയിട്ടുള്ള ഒരു ആൽഫ ന്യൂമറിക്കൽ ആൽഫബറ്റ്സും അതുപോലെ തന്നെ ന്യൂമറിക്കൽ നമ്പേഴ്സും കൂടിയുള്ള ഒരു ആൽഫ ന്യൂമറിക്കൽ 11 ഡിജിറ്റ് കോഡാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓരോ ബാങ്കിനും അതിൻ്റേതായിട്ടുള്ള IFSC കോഡ് ഉണ്ടായിരിക്കും. ഈ IFSC കോഡ് എന്ന് പറയുന്നത് അതിൻ്റെ യൂണിക് ഫീച്ചറാണത്. അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്.
Then our customers are required to input the beneficiary account number and the name as well as the name of the bank being transferred to. അതായത് ഏത് കസ്റ്റമർക്കാണോ നമ്മൾ അയച്ചു കൊടുക്കേണ്ട ആ ബെനിഫിഷ്യറിയുടെ നെയിമും അയാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും ആ ബാങ്കിൻ്റെ പേരും ആ ബാങ്കിൻ്റെ IFSC കോഡും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്. ദെൻ നെഫ്റ്റ് വഴി, അതായത് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ വഴി നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. Then what are the features of NEFT? NEFT എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, NEFT is a credit push system. In this, transactions can be originated only to transfer fund to the beneficiary. ഫണ്ട് ബെനിഫിഷ്യറിക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നെഫ്റ്റ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത്. ദർ ഈസ് നോട്ട് ലിമിറ്റഡ് ടു ദ എമൗണ്ട് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ്. എത്ര രൂപ വേണമെങ്കിലും നമുക്കതിലൂടെ ട്രാൻസ്ഫർ ചെയ്യാം. ദ ട്രാൻസ്ഫർ ക്യാൻ ട്രാക്ക് ദ നെഫ്റ്റ് ട്രാൻസാക്ഷൻസ് ത്രൂ ദ ഒറിജിനേറ്റിംഗ് ബാങ്ക് ബ്രാഞ്ച്. ദ ബാങ്ക് ക്യാൻ ഓൾസോ കീപ്പ് ട്രാക്ക് ആൻഡ് ബി അവെയർ ഓഫ് ദ സ്റ്റാറ്റസ് ഓഫ് ദ ട്രാൻസാക്ഷൻ. ദെൻ ഇവിടെ ദ ട്രാൻസ്ഫറർ ക്യാൻ ട്രാക്ക് ദ NEFT transactions through the originating bank branch. The bank can also keep track and be aware of the status of the transaction. Only those who maintain accounts with the bank can receive funds. അടുത്ത പോയിന്റ് അതാണ്. Only those who maintain accounts with the bank can receive funds. അതായത് ഓൺലി ദോസ് ഹു മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് വിത്ത് എ ബാങ്ക് ആൻഡ് റിസീവ് ഫണ്ട്സ്. അതായത് ആ ബാങ്കിലെ അക്കൗണ്ട് ഉള്ളവരിലേക്ക് മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ 11 സെറ്റിൽമെൻറ്റ് ആർ മെയ്ഡ് ഫ്രം 8 to 6:30 PM ഓൺ വീക്ക് ഡേയ്സ് ആൻഡ് 5 സെറ്റിൽമെൻറ്റ്സ് ആർ മെയ്ഡ് ഫ്രം 8 to 12:30 PM ഓൺ സാറ്റർഡേയ്സ്. ഒരു 11 ട്രാൻസാക്ഷൻ വരെ നമുക്ക് എവിടെ ചെയ്യാം, 8 മണി മുതൽ 6:30 വരെയുള്ള സമയങ്ങളിൽ ചെയ്യാം. 5 ട്രാൻസാക്ഷൻസ് വരെ നമുക്ക് ഇന്ന് ചെയ്യാനായിട്ട് സാധിക്കും. സാറ്റർഡേയ്സിലൊക്കെ 8 to 12:30 5 ട്രാൻസാക്ഷൻസ് ആണ് ചെയ്യാനായിട്ട് സാധിക്കുക. Then the beneficiary gets credit on the same day or next day. In case of delay, the NEFT customer facilitation center of the respective bank can be contacted. നമുക്ക് ഈ നെഫ്റ്റിലൂടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതേ സമയത്ത് തന്നെയോ അതുമല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് ട്രാൻസ്ഫർ ആവേണ്ടതാണ്. അല്ലാത്ത പക്ഷം നമുക്ക് ഇവിടെ കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെൻറ്റർ CFCയുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഓൺ മേക്കിംഗ് സക്സസ്ഫുൾ ക്രെഡിറ്റ് ടു ദ അക്കൗണ്ട് ഓഫ് ദ ബെനിഫിഷ്യറി, ദ ഒറിജിനേറ്റിംഗ് ബാങ്ക് സെൻഡ് ദ കൺഫർമേഷൻ ടു ദ ട്രാൻസ്ഫറർ ത്രൂ SMS ഓർ ഇമെയിൽ. ഇവിടെ ഓൺ മേക്കിംഗ് സക്സസ്ഫുൾ ക്രെഡിറ്റ് ടു ദ അക്കൗണ്ട് ഓഫ് ദ ബെനിഫിഷ്യറി, ദ ഒറിജിനേറ്റിംഗ് ബാങ്ക് സെൻഡ് എ കൺഫർമേഷൻ ടു ദ ട്രാൻസ്ഫറർ ത്രൂ SMS ഓർ ഇമെയിൽ. Then next one is the process of NEFT, National Electronic Fund Transfer processing. The transferer fills an application form providing details of beneficiary such as name, bank, branch name, account type, IFSC code, account number and amount to be remitted. അതായത് ഇവിടെ നെഫ്റ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ട്രാൻസ്ഫറർ ആരാണോ പൈസ അയച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ, അപ്പോൾ തന്നെ അവിടെ ബെനിഫിഷ്യറി ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് അയാളുടെ പേര്, ബാങ്ക്, ബ്രാഞ്ച്, IFSC കോഡ്, പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ട് ടൈപ്പ്, എമൗണ്ട്, ഇതെല്ലാം വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. അങ്ങനെ ആ രീതിയിലൊരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിരിക്കണം. ദെൻ the originating bank branch prepare the message and send it to its pooling center. അതിൽ പിന്നെ പറയുന്നത് ഇത് ഒറിജിനേറ്റിംഗ് ബാങ്ക് ബ്രാഞ്ച് പ്രിപ്പയേഴ്സ് മെസ്സേജ് സെൻഡ് ടു ഇറ്റ്സ് പൂളിംഗ് സെൻറ്റർ. നെഫ്റ്റ് സർവീസ് സെൻറ്ററുമായിട്ട് അത് കണക്ട് ചെയ്യുന്നു. ദ പൂളിംഗ് സെൻറ്റർ ഫോർവേഡ് ദ മെസ്സേജ് ടു ദ നെഫ്റ്റ് ക്ലിയറിംഗ് സെൻറ്റർ ഓപ്പറേറ്റഡ് ബൈ നാഷണൽ ക്ലിയറിംഗ് സെൽ RBI മുംബൈ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഒറിജിനേറ്റിംഗ് ബാങ്ക് എന്ത് പ്രിപ്പയർ ചെയ്യുന്നു, ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യുന്നു, അത് നെഫ്റ്റ് സർവീസ് സെൻറ്ററിലേക്ക് പൂളിംഗ് സെൻറ്ററിലേക്ക് മെസ്സേജസ് ഫോർവേഡ് ചെയ്യുന്നു. പൂളിംഗ് സെൻറ്റർ ഫോർവേഡ് ദ മെസ്സേജ് ടു നെഫ്റ്റ് ക്ലിയറിംഗ് സെൻറ്ററിലേക്ക് മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നു. ഓപ്പറേറ്റഡ് ബൈ നാഷണൽ ക്ലിയറിംഗ് സെൽ RBI മുംബൈ. മുംബൈയിലുള്ള നാഷണൽ ക്ലിയറിംഗ് സെല്ലിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദ ക്ലിയറിംഗ് സെൻറ്റർ sort the fund transfer transaction destination bank wise and prepares accounting entries to receive the fund from the originating bank and give the fund to the destination bank credit. The clearing center sort the fund transfer transaction. ഈ ക്ലിയറിംഗ് സെൻറ്റർ ആണ് എൻട്രി ഇട്ടുകൊണ്ട് ദെൻ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വലൈസ് ചെയ്തുകൊണ്ടുള്ള ബാങ്ക് വൈസ് ആൻഡ് പ്രിപ്പയർ ദ അക്കൗണ്ടിങ് എൻട്രീസ് ടു റിസീവ് ദ ഫണ്ട് ഫ്രം ദ ഒറിജിനേറ്റഡ് ബാങ്ക്. ഒറിജിനേറ്റഡ് ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുകയും ഡെസ്റ്റിനേഷൻ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു എൻട്രിയാണ് പിന്നെ അവിടെ ചെയ്യുന്നത്. Clearing center sort the
fund transfer transaction. Bank-wise remittance messages are sent to the destination banks through the NEFT service center. അതായത് ബാങ്ക് വൈസ് റെമിറ്റൻസ് എന്നുള്ള വിവരം നെഫ്റ്റ് സർവീസ് സെൻറ്ററിൽ നിന്ന് ഡെസ്റ്റിനേഷൻ ബാങ്കിലേക്ക് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ ഡെസ്റ്റിനേഷൻ ബാങ്ക്സ് റിസീവ് ദ ഇൻവേർഡ് റെമിറ്റൻസ് മെസ്സേജസ് ഫ്രം ദ ക്ലിയറിംഗ് സെൻറ്റർ ആൻഡ് പാസ് ഓൺ ദ ക്രെഡിറ്റ് ടു ദ ബെനിഫിഷ്യറി കസ്റ്റമേഴ്സ് അക്കൗണ്ട്. ദെൻ ആ ഒരു മെസ്സേജ് നെഫ്റ്റ് സെൻറ്ററിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ അതേസമയം ഇത് ബാങ്ക് അത് കസ്റ്റമറിലേക്ക് എന്ത് ചെയ്യുന്നു? ദ ഡെസ്റ്റിനേഷൻ ബാങ്ക്സ് റിസീവ് ദ ഇൻവേർഡ് റെമിറ്റൻസ് മെസ്സേജസ് ഫ്രം ദ ക്ലിയറിംഗ് സെൻറ്റർ ആൻഡ് പാസ് ഓൺ ക്രെഡിറ്റ് ടു ദ ബെനിഫിഷ്യറി കസ്റ്റമർ അക്കൗണ്ട്. ബെനിഫിഷ്യറിയുടെ കസ്റ്റമേഴ്സ് അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൽ പറയുന്നത്. വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ നെഫ്റ്റ് ആൻഡ് RTGS? അതായത് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറും റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. അപ്പോൾ ദെൻ അവിടെ ഫസ്റ്റ് വൺ ഈസ് സെറ്റിൽമെൻറ്റ്. നെഫ്റ്റിലെ ഡൺ ഇൻ ബാച്ച് വൈസിലാണ് നെഫ്റ്റിലെ ഫണ്ട് ട്രാൻസ്ഫർ നടക്കുന്നത്. എന്നാൽ റിയൽ ടൈം ഫാസ്റ്ററാണ് RTGS എന്ന് പറയുന്നത്. ദെൻ ഇതിലൂടെ സ്ലോ ആണ് ഇത് NEFT. ദെൻ ബാച്ച് വൈസ് ആയിട്ടാണ് ഫണ്ട് ട്രാൻസ്ഫർ നടക്കുക. എന്നാൽ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ഇതിലൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കും. ദെൻ ടൈമിംഗ് ഓൺ മൺഡേ ടു ഫ്രൈഡേ, അതായത് 8 മണി മുതൽ 6 വരെയുള്ള സമയമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ദെൻ അവിടെ 9 AM to 4:30 PM അത്ര വരെയാണ് ആ ട്രാൻസാക്ഷൻ ഉണ്ടാവുക. ടൈമിംഗ് ഓൺ സാറ്റർഡേ 8 AM to 12:30 PM, 9 to 1:30 PM. ദെൻ മിനിമം എമൗണ്ട് ഓഫ് ട്രാൻസ്ഫർ, അവിടെ നെഫ്റ്റിലെ മിനിമം എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് മിനിമം എമൗണ്ട് ഒന്നുമില്ല, എത്ര കുറഞ്ഞ എമൗണ്ട് വേണമെങ്കിലും നമുക്ക് നെഫ്റ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യാം. RTGSലെ മിനിമം എന്ന് പറയുന്നത് 2 lakh rupees ആണ് മിനിമം. നെക്സ്റ്റ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ മണി ട്രാൻസ്ഫർ ആണെന്ന് പറഞ്ഞു. അതായത് നെഫ്റ്റ് വളരെ കുറഞ്ഞ ഫണ്ട് പോലും ഒരു കസ്റ്റമറിൽ നിന്ന് മറ്റൊരു കസ്റ്റമേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. എന്നാൽ ലാർജ് മണി ട്രാൻസ്ഫർ ആണ് ഇവിടെ RTGSലെ ലാർജ് മണി ട്രാൻസ്ഫർ ആണ്. ദെൻ നമുക്കിനി ടുഡേയ്സ് കൺക്ലൂഷനിലേക്ക് പോവാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഈ ബാങ്കിങ്ങിൽ. ദെൻ അവിടെ ഓൺലൈൻ ബാങ്കിങ്, അതായത് ഈ ബാങ്കിങ്ങിലെ ഫസ്റ്റ് വൺ ഈസ് കോർ ബാങ്കിങ്, സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം സെറ്റിൽമെൻറ്റ്. കോർ ബാങ്കിങ് എല്ലാ ബ്രാഞ്ചുകളെയും സെറ്റ് ചെയ്തുകൊണ്ട്, ദാറ്റ് ഈസ് കോർ ബാങ്കിങ് മീൻസ് സർവീസ് പ്രൊവൈഡഡ് ബൈ ഗ്രൂപ്പ് ഓഫ് നെറ്റ്വർക്ക്ഡ് ബ്രാഞ്ചസ്. കോർ ബാങ്കിങ്. നെക്സ്റ്റ് വൺ പറയുന്നത് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ദറ്റ് ഈസ് മോഡ് ഓഫ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഫ്രം വൺ ബാങ്ക് അക്കൗണ്ട് ടു അനദർ യൂസിങ് ദ സർവീസ് ഓഫ് ക്ലിയറിംഗ് ഹൗസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ഈസ് RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. Then next one is national electronic fund transfer. ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ദെൻ അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് കോർ ബാങ്കിങ്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് ആൻഡ് NEFT. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നെഫ്റ്റ് ആൻഡ് RTGS? ഇത്രയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സ്വിഫ്റ്റ് ആണ്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയും നിങ്ങൾ വളരെ കാര്യമായിട്ട് തന്നെ വായിച്ചു നോക്കാം. ഓക്കെ, താങ്ക് യു.